സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള പുതിയൊരു തീരുമാനം എന്ന് പറയാൻ പറ്റുന്നത് വനിതാ സംവരണമാണ്. മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പരിധി എന്ന് പറയുന്നത് മതാതിർത്തിയാണ് എന്നല്ല എനിക്ക് തോന്നുന്നത്. അതൊരു സാമുദായികത എന്ന് പറയുന്ന വികാരം. സമുദായവും മാറി, സാമൂഹിക സാഹചര്യങ്ങളും മാറി. സ്വാഭാവികമായിട്ടും അതിന്റെ മാറ്റം ഒരു സാമുദായിക സംഘടന എന്നുള്ള രൂപത്തിൽ ലീഗിന്റെ ഉള്ളിലും പ്രതിഫലിക്കും. ആ പ്രതിഫലനാണ് ഇനി വരാൻ പോകുന്നത്. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബഷീറയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. യൂത്ത് ലീഗിന്റെ സംഘടനാ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവാണ്. വനിതകൾക്ക് 20% സംവരണം എന്നുള്ള പുതിയ തീരുമാനം, അതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. 40 വയസ്സ് പൂർത്തിയായ ആളുകളെ കമ്മിറ്റിയിൽ നിർബന്ധപൂർവ്വം മാറ്റി നിർത്തുന്ന സാഹചര്യം വരുന്നു. അപ്പൊ യൂത്ത് ലീഗ് കുറെ കാലമായി സംഘടനക്കകത്തും സംഘടനക്ക് പുറത്തുള്ളവരും സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ പരസ്പരം വിമർശിച്ചിരുന്ന, ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിലേക്ക് യൂത്ത് ലീഗ് എത്തി എന്നാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നടക്കുന്ന മാറ്റങ്ങൾക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമതായി ഇപ്പം യൂത്ത് ലീഗിന് കാലങ്ങളായി പ്രായപരിധി ഉണ്ട്. ഈ പറയുന്ന യുവത്വം കഴിയുന്നതോട് കൂടിയിട്ട് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കോവിഡ് കാലവും മറ്റുമൊക്കെ വന്നുകൊണ്ടുള്ള ഒരു വലിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് കുറേ അധികം ആളുകൾ ഒരുമിച്ച് സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള പുതിയൊരു തീരുമാനം എന്ന് പറയാൻ പറ്റുന്നത് വനിതാ സംവരണമാണ്. അത് അങ്ങനെ തന്നെ വായിക്കപ്പെടേണ്ടതുമാണ്. നിലവിലുള്ള പോലെ വിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നിലവിലുള്ള സംഘടനാ സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായി 20%, ഏറ്റവും ചുരുങ്ങിയത് 20% സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെ ഒരു മാതൃക തുടങ്ങുന്നത്. അത് ഏറ്റവും ചെറിയ ശാഖാ തലം മുതൽ. ഇപ്പം നമ്മളുടെ സംഘടനയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ശാഖയാണ്. ശാഖകൾ കുറേ ചേർന്നാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാകുന്നത്. പിന്നെ മണ്ഡലം, ജില്ല, സ്റ്റേറ്റ് കമ്മിറ്റികൾ. അപ്പം ഏറ്റവും ചെറിയ തലം മുതൽക്ക് അങ്ങോട്ട് നമ്മൾ സ്ത്രീകളെ ഉൾക്കൊള്ളിക്കുകയാണ്. അത് എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും, തീരുമാനങ്ങളിൽ ഒരു പരിധിവരെ വലിയ മാറ്റം ഉണ്ടാക്കും. അതിൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ സംഘടന മാറ്റം വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പരിസരം എന്നുള്ളത് മതാതിർത്തി ഉണ്ടല്ലോ അതിന് പലപ്പോഴും. കാരണം അതിന്റെ പദ്ധതികള്, അതിന്റെ രാഷ്ട്രീയ പദ്ധതികളാണെങ്കിലും ഭരണഘടനയാണെങ്കിലും പിന്നെ അതിന്റെ ഒരു അതിർത്തി എന്നുള്ളത് പലപ്പോഴും മതനിയമങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ മതം പറയുന്നത് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കരുത് എന്നുള്ളതും ഭരണരംഗത്തേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അത് പ്രവാചക പാഠങ്ങൾ കൂടെ അതാണ്. അപ്പൊ ഇതിനെങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിലെ വനിതകൾ മറികടക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതില് ഒരു കാര്യം, ഒന്ന് മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പരിധി എന്ന് പറയുന്നത് മതാതിർത്തിയാണ് എന്നല്ല എനിക്ക് തോന്നുന്നത്. അതൊരു സാമുദായികത എന്ന് പറയുന്ന വികാരം, സാമുദായികമായ അതിർത്തിയാണ്. ഇത് ഒന്നാമതായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു മതസംഘടനയുടെ ഡ്യൂട്ടിയേ അല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. പകരം ഒരു സാമുദായിക സംഘടനയാണ്. അതിന് ഈ പറഞ്ഞ പോലെ മതത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ സ്വതന്ത്രമായി ഏത് തീരുമാനം എടുത്താലും ശരി, നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്നുള്ളൊരു സാമുദായികതയാണ് മുസ്ലിം ലീഗിൻ്റെ വികാരം എന്ന് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കൂടുതൽ ആളുകൾ പിന്നെ ഇങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വിമർശനങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യലുകളായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും. മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം പിന്നെ മതസംഘടനകളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് എന്നൊക്കെയായിരുന്നു. അതിനൊരു വലിയ ഓതൻറ്റിസിറ്റി ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ഇത്രയും കാലം കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വനിതാ ലീഗിൻ്റെ 90കൾ മുതൽക്ക് അങ്ങോട്ടുള്ള വനിതാ ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം, അവരുടെ പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വന്ന സ്ത്രീകൾ, അവരുടെ പ്രതിനിധാനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഏറ്റവും വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പ്രാതിനിധ്യം റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സമുദായവും മാറി, സാമൂഹിക സാഹചര്യങ്ങളും മാറി. സ്വാഭാവികമായിട്ടും അതിൻ്റെ മാറ്റം ഒരു സാമുദായിക സംഘടന എന്നുള്ള രൂപത്തിൽ ലീഗിൻ്റെ ഉള്ളിലും പ്രതിഫലിക്കും. ആ പ്രതിഫലനാണ് ഇനി വരാൻ പോകുന്നത്. ഈ സാമുദായിക സംഘടന എന്ന നിലക്ക് നമ്മളിത് ലേബൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കും അതല്ലെങ്കിൽ ഒരു അനുവാചകരും ഭൂരിഭാഗവും മുസ്ലിം വിശ്വാസികളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിനെതിരെ നിലക്ക് ഒരു പരിമിതിയായി തോന്നിയിട്ടുണ്ടോ? പരിമിതിയല്ല, ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാമുദായിക സംഘടനയാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്. ബാക്കി എല്ലാ വിഷയത്തിലും നമ്മൾ ഇടപെടുന്നുണ്ട് എന്നതൊക്കെ ഇരിക്കാനും ഈ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷം എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിൻ്റെ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരുന്നു. അത് പരിമിതിയായിട്ടല്ല, സാധ്യതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ പറയുന്ന വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പാർട്ടിയാണ്. എന്നാൽ പോലും ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വലിയ ആക്രമണങ്ങളിൽ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ട് മുസ്ലിം ലീഗിന് നിലകൊള്ളാൻ സാധിക്കുന്നു. അതൊരു സാധ്യതയാണ്. രാജ്യമെമ്പാടും ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമായിട്ട്, ഒരു അഭിപ്രായമായിട്ട്, പാർലമെന്റിലെ ചർച്ചയായിട്ടോ ബില്ലായിട്ടോ ഒക്കെ നിലകൊള്ളാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതൊരു സാധ്യതയാണ്. ഇന്ത്യയിൽ അത്രയും വരുന്ന മനുഷ്യർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ്റെ ഇത്ര ശതമാനം മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കാൻ വളരെ ചെറിയ ശതമാനത്തിൻ്റെ ഒരു പാർട്ടിയെ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യത്തിൽ അതൊരു സാധ്യതയാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ മതങ്ങളോടും ഒരു തത്തുല്യമായ സമീപനം ഉണ്ടാകുന്നതിന് എപ്പോഴും ഒരു സുരക്ഷിതമായ കാര്യം എന്നുള്ളത്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പരിസരം എന്നുള്ളതും കുറെ കൂടെ മുസ്ലിം സമുദായവുമായിട്ടും മുസ്ലിം വിശ്വാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് പബ്ലിക് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, പൊതു പദ്ധതികളിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു മതാധിഷ്ഠിത പാർട്ടി എന്നുള്ളതും മതേതരത്വ പാർട്ടി എന്നതൊക്കെ ഇതിന്റെ ഒരു ബാലൻസിങ് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? മതാധിഷ്ഠിത പാർട്ടി, മതേതരത്വ പാർട്ടി എന്നൊരു ഒരു വേർതിരിവ് നമുക്ക് ഉണ്ടാവലില്ലല്ലോ. ഈ മതാധിഷ്ഠിത പാർട്ടി എന്ന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കുറേ ആളുകൾ ഒരു കൗണ്ടറായിട്ട് ആർഗ്യൂ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അങ്ങനൊരു സ്റ്റേജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ലീഗിന് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ പറയുന്നു ശരിയാണ്, മുസ്ലിം സമുദായത്തെ കൂടുതലായി അഡ്രസ്സ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ ബാക്കിയുള്ള സമുദായങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംവാദങ്ങളോ വിഷയങ്ങളോ എടുത്തു നോക്കൂ. ഇപ്പം വഖഫ് ബില്ല്, അതിന് മുമ്പ് മുനമ്പം ഇഷ്യൂ, കേരളത്തിൽ ഏറ്റവും കത്തിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് മുനമ്പ ഇഷ്യൂയിൽ എനിക്ക് തോന്നുന്നു നമ്മളെ സർക്കാരൊക്കെ ഇടപെട്ടതിലും ഏറ്റവും പ്രായോഗികമായിട്ട് എങ്ങനെയാണോ ഒരു വൈകാരികമായ ഇഷ്യൂവിനെ സമീപിക്കേണ്ടത് അത്ര തന്നെ പ്രായോഗികവും വൈകാരികവുമായിട്ട് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തത് എനിക്ക് തോന്നുന്നു സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗുമാണ്. ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യാൻ പറ്റുക, ആ ഡീൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അതും ഒരു അധികാര സ്ഥാനവും ഇല്ലാത്ത ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടി അവർ ഏറ്റവും മനോഹരമായല്ലേ ഡീൽ ചെയ്തത്. സൗഹൃദം ഉണ്ടാക്കിക്കൊണ്ട്, സമാധാനം സംസാരിച്ചുകൊണ്ട്, നിരന്തരമായി ഇടപെട്ടുകൊണ്ട്, അതിന് ഫോളോ അപ്പ് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഈ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് സമുദായങ്ങളായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, അവകാശ സംരക്ഷണ പോരാട്ടങ്ങളിൽ ഹെയ്റ്റ് ഉണ്ടാക്കാതെ ഈ കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കുന്നതിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കാറില്ലേ. അങ്ങനെ ഒരു മതപാർട്ടിയാണ് എന്നുള്ള ഒരു ലേബിൾ കേരളത്തിൽ ഇന്ന് വരെ സാമാന്യബോധമുള്ള ആരും ചർച്ച തന്നിട്ടില്ലല്ലോ. സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പൊതുവെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിലെ വനിതകൾ എന്നുള്ളത് ആദ്യം പൊരുതേണ്ടത് അവരുടെ പാർട്ടിക്കകത്താണ് എന്നുള്ളത് പൊതുവായൊരു രാഷ്ട്രീയ വിമർശനം ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. സമീപകാലത്തെ പല വിവാദങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. അതൊരു ഇപ്പോഴും ആ ഒരു സാധ്യതയെ മറികടക്കാനായിട്ടുണ്ടോ എന്നുള്ളത്? മറികടക്കാനായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം യൂത്ത് ലീഗിൻ്റെ 20% പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. യൂത്ത് ലീഗ് എന്ന് പറയുന്ന പൊതു പ്ലാറ്റ്ഫോമിലേക്കുള്ള നിർബന്ധിത സംവരണത്തെക്കുറിച്ച്. എന്ന് വെച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന്, ഇപ്പം എനിക്ക് തോന്നുന്നില്ല അത് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമാണെന്നുള്ളത്. മറ്റു യുവജന സംഘടനകൾ എടുത്ത് നോക്കൂ. ഇപ്പോൾ മൊത്തം യുവജന സംഘടനകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് യുവാക്കളെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കിട്ടായിക എന്ന് പറയുന്നത്. രാഷ്ട്രീയത ഭയങ്കര പ്രശ്നമായിക്കൊണ്ട് നിൽക്കുക. എന്നാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നന്നായി ഏൺ ചെയ്യുന്ന, മറ്റൊരു ഗ്യാങ് കൂടെ ഉണ്ട്. ഞാൻ പറയുന്ന ഈ രാഷ്ട്രീയ ബോധമുള്ള ഗ്യാങ് അല്ല, ഈ മെജോറിറ്റി ഗ്യാങ് ആണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിർബന്ധിത സാമൂഹിക ഉത്തരവാദിത്തമാണ് ഈ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. ചോല ഇന്ന് മാറി നിൽക്കുകയാണ്. ആ സമയത്തിൽ ഈ പറഞ്ഞ പോലെ നിർബന്ധിത സംവരണമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആളെ കൊണ്ടുവരാൻ പറ്റും. ഏത് രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും അതിലേക്ക് വിദ്യാർത്ഥി സംഘടനകളൂടെ യുവജന സംഘടനകളിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ പത്തറ്റിക് ആണെന്ന് കാണാം. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുൻപരിചയം ഇല്ല എന്നുള്ളതുകൊണ്ട് ആദ്യം ഒരു ഇനീഷ്യൽ പുഷാണ്, ആ പുഷാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകളെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ടെന്നൊരു അഭിപ്രായം ഉണ്ടോ? പൊതുവിലില്ലേ, യുവജന സംഘടനകൾ എത്ര ശതമാനങ്ങൾ ഏതെങ്കിലും സംഘടനയിൽ സ്ത്രീകളെ കാണാറുണ്ട്? അവരുടെ തീരുമാനങ്ങളിൽ, അവരുടെ സമരങ്ങളിൽ, അവരുടെ പറഞ്ഞ പോലെ
നിരന്തര പ്രവർത്തനങ്ങളിൽ എത്ര പേര് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇതിനെയൊക്കെ തീരുമാനിക്കുന്ന അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഈ പുരുഷ നേതാക്കൾ പലപ്പോഴും പ്രസംഗങ്ങളിലും പ്രസ്താവനകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് ഞങ്ങൾ ആവശ്യമായ പരിഗണനകൾ നൽകാറുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ആനുപാതികമായ സ്പേസ് കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ടീം അനുവദിച്ചു കൊടുക്കുന്ന ആനുകൂല്യം പറ്റേണ്ടവരാണ് വനിതകൾ എന്നുള്ളത് അവരുടെ പ്രയോഗത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ളതൊരു ചോദ്യചിഹ്നമല്ലേ ഇപ്പോഴും? അല്ല, അങ്ങനെ പറയുന്നവരെല്ലാ കാലത്തും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഏറ്റവും ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡി ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലൂടെ പുറത്തു വരുന്നത്. നമുക്കത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവാണ്. പറയുന്നവർ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സമീപത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ പരിശോധിച്ചാൽ അവിടെ ഭരണകർത്താക്കളായി വനിതകൾ വരുന്നു, പ്രധാനപ്പെട്ട നേതൃ പദവികളിലേക്ക് വനിതകൾ വരുന്നു. നമ്മുടെ മുമ്പിൽ സമീപ രാജ്യങ്ങളൊക്കെ നമ്മുടെ ഉദാഹരണമുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു അറ്റ്മോസ്ഫിയറും അവരുടെ കൾച്ചറും ഇസ്ലാമിക് ബേസ് ആണ്. പക്ഷെ ഒരു മിക്സഡ് സ്പേസിലുള്ള ഇന്ത്യയിൽ, വിശിഷ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ മുൻകടന്ന് വനിതകൾ നേതൃപദവിയിൽ വരേണ്ടിയിരുന്ന, അതല്ലെങ്കിൽ കൂടുതൽ പദവികളിലേക്ക് വനിതകൾ വരേണ്ടിയിരുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും നമ്മൾ ഈ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, അതല്ലെങ്കിൽ നമ്മൾ വളരെ വൈകിയല്ലേ ഓടുന്നുള്ള ഒരു കാര്യം? അല്ലെ, ഇത് നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കേരള നവോത്ഥാനത്തിൽ വന്നിട്ടുള്ള, മൊത്തത്തിൽ കേരള നവോത്ഥാനത്തിലും അതുകൊണ്ട് തന്നെ മുസ്ലിം നവോത്ഥാനത്തിലും വന്നിട്ടുള്ള ഒരു ഇടർച്ച, ഒരു ഭയങ്കര ഗ്രാഫ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ അത് മിസ്സാവുകയും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇല്ലാണ്ടാവുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുരുഷ കേന്ദ്രീകൃത ചിന്ത ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റിലൂടെ നടന്നു പോകുന്ന സംഘടനകളെ നമ്മൾ കാണുകയും ചെയ്തത്. ഈ സംഘടനകളുടെ അപ്പുറത്തേക്ക് വലിയ വ്യക്തികൾ ഉണ്ടാവുന്നില്ല. ഇപ്പം ഹലീമ ബീവിയൊക്കെ നമ്മൾ ഉദാഹരണം പറയുന്നത് അവർ സംഘടനയോടൊപ്പം നിന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടേതായ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. സ്ത്രീകളുടെ മാത്രം വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു, വലിയ ആൾക്കൂട്ടത്തിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന കുറെ ഒറ്റപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ ഒറ്റപ്പെട്ട ചിത്രങ്ങളൊക്കെ നമുക്ക് മിസ്സായി. അനുസരണയുള്ള ഈ ചിന്തയുള്ള കുറെ മനുഷ്യന്മാരായിട്ട് ഇടക്കാലത്ത് മൊത്തത്തിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. കേരള പരിസരത്ത് നോക്കുകയാണെങ്കിൽ മതസംഘടനകളുടെ സ്വാധീനം എന്നുള്ളത് ഇതിനൊരു പരിമിതിയാണ്. കാരണം പ്രധാനപ്പെട്ട മതസംഘടനകൾക്കെല്ലാം കേരളത്തിൽ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് വിവിധ വിഭാഗങ്ങൾ, ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ. അപ്പൊ ഇത്രയും വിഭാഗങ്ങൾക്ക് ഒരു തരത്തിൽ അടിമപ്പെടേണ്ടതോ അതല്ലെങ്കിൽ അവർക്ക് അധീനപ്പെടേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഈ സ്ത്രീകൾക്ക് കൃത്യമായ പരിഗണന നൽകാതിരിക്കാൻ ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ളത്? ഒന്നാമത് ഇപ്പം സമുദായത്തിന്റെ ഒക്കെ ഓരോ കാലത്തും പ്രയോറിറ്റീസ് ഓരോന്നാണല്ലോ. പ്രയോറിറ്റീസ് മാറുന്നു. ഇപ്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവിടെയാണെങ്കിലും മലബാറിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ സമുദായമാവട്ടെ, നമ്മളെ ഏറ്റവും വലിയ മോട്ടീവ് എന്താണ്? പോരാടുക എന്നുള്ളതാണ്, സ്വരാജ് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളെ മോട്ടീവ് അതാണ്. ആ മോട്ടീവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മോട്ടീവ് ഓരോ കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ ഒരു സ്റ്റേജിൽ വന്നതോട് കൂടിയിട്ട് നമ്മൾ മോട്ടീവ് ഈ കംഫർട്ട്നെസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മൾ മറ്റേ പ്രസംഗങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ ഇത് ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഇടക്കാലത്ത് നമ്മൾ പറയും വലിയ പ്രസംഗങ്ങൾ ഉണ്ടാവുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നു. കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഒരു ട്രെൻഡാണല്ലോ. ഇപ്പം മറ്റേ യത്തീംഖാനകളാവട്ടെ, സ്കൂളുകളാവട്ടെ, മദ്രസകളാവട്ടെ, സാധാരണ LP സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് സമുദായത്തിന്റെ ഉള്ളിൽ നിന്നാണ്. സമുദായത്തിന്റെ ഉള്ളിൽ നിന്നെന്ന് പറഞ്ഞാൽ അത് ഭൂരിഭാഗവും മുസ്ലിം സ്ത്രീകളുടെ പൊന്നാണ്. അതെങ്ങനെയാ പൊന്ന് അവിടെ എത്തുന്നത്? പൊന്നെത്തുന്നത് വലിയ വൈകാരികമായ പ്രസംഗങ്ങളിലൂടെയൊക്കെയാണ്. എന്നുവെച്ചാൽ CHന്റെ ഒക്കെ നമ്മൾ പറയാറില്ലേ, CH വന്നിട്ട് ഞാൻ സ്കൂൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ എന്തെങ്കിലും തരും എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കമ്മലെ കൂരിയെടുത്ത് കൊടുക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിന്റെ ആ കാലത്ത് മോട്ടീവ് എന്താണ്? സ്ഥാപനങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ റിനൈസൻസിലേക്ക് എത്തുക. പ്രയോറിറ്റി അതാണ്. ആ കാലവും കഴിഞ്ഞു. പിന്നീട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയ ഒരു കാലമാണ്. പിന്നെ നമുക്ക് എന്ത് മതി? വെറുതെ അതിജീവിച്ചാൽ മതി, നല്ല മുസ്ലിങ്ങളായിട്ട് അതിജീവിച്ചാൽ മതി, നമുക്കെല്ലാം ഉണ്ട് എന്നൊരു തോന്നലാണ്. അതിൽ പിന്നീട് നമ്മൾ ഒരു പൊതു ഇടത്തിൽ നമ്മളൊരു പ്രസൻസിൻ്റെ ആവശ്യമേ ഇല്ല. ഇതൊന്ന് 92 ബാബരീൻ്റെ ഒക്കെ ശേഷമാണ് കുറച്ചും കൂടി വെറുതെ അതിജീവിക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, പണിയെടുക്കണം എന്നുള്ളൊരു തോന്നല് നമുക്ക് തന്നെ സമുദായത്തിനുള്ളിൽ തന്നെ വന്നത്. അത് ആര് പണിയെടുക്കണം? അതെല്ലാവരും പണിയെടുക്കണം. അതിന് ആണുങ്ങൾ മാത്രം പണിയെടുത്താൽ പറ്റും, എല്ലാവരും പണിയെടുക്കണം. അതിന് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇടപെടേണ്ടടുത്ത് ഇടപെടുക തന്നെ വേണം എന്നൊക്കെ ഉള്ളൊരു
ചെറിയൊരു ഇൻസെക്യൂരിറ്റിയും അതുകൊണ്ട് തന്നെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു പുഷും ഉണ്ടായി വന്നത് ഈ ബാബരി അനന്തര കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും. 2000 കൂടിയിട്ട് അതിൻ്റെ ഒരു സ്വഭാവം വീണ്ടും മാറുകയാണ്. 2010 ശേഷമുള്ള ഒരു കാലഘട്ടം വേറെ തന്നെയാണ്. പിന്നീട് കുറച്ചും കൂടി കുട്ടികളുടെ ഒരു കാലഘട്ടം വരെയാണ്. എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ അതിൻ്റെ ഒക്കെ ആ ഒരു ബാബരാനന്തരം ഉണ്ടായ തോട്ട് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത കുട്ടികൾ പുറത്തിറങ്ങിയ കാലമാണ്. റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് 2010 മുതൽക്ക് അങ്ങോട്ടൊക്കെയുള്ള കാലം. ആ 10 മുതൽക്ക് അങ്ങോട്ടുള്ള കാലം ഈ പറഞ്ഞ പോലെ പിന്നെ കുട്ടികളാണ് നമ്മൾ കുറച്ചും കൂടി കാണുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ അവരുടെ തോട്ട്, അവരുടെ റെപ്രസെൻറ്റേഷൻ, അത് പല മേഖലകളിൽ നിന്നുള്ള അവരുടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണാത്ത, പിന്നെ സോഷ്യൽ മീഡിയ വരുന്നു, അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിസിബിലിറ്റി. ഇങ്ങനെയൊക്കെ ഓരോ കാലത്ത് സമുദായത്തിൻ്റെ മോട്ടീവ് പലതാണ്. ഒരു കാലത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയി എന്നതുകൊണ്ടായിരിക്കാം നമ്മൾ സൈലൻ്റ് ആയിരുന്നു. ആ സൈലൻസിന് ഈ പറഞ്ഞ പോലെ സംഘടനകളുടെയൊക്കെ വളരെ സ്വാധീനമുണ്ട്. അപ്പം ഇപ്പൊ മോട്ടീവ് മാറുന്നു, ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിലെ വനിതകളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾക്കിടയിലും വരുന്ന കമന്റ് ബോക്സിൽ കാണാവുന്ന ഒരു സ്ഥിരം ഫോട്ടോ ആണ് ഈ വനിതാ ലീഗിന്റെ പരിപാടി. ബാനർ വനിതാ ലീഗിന്റെ സംഘമായിരിക്കും, പക്ഷേ പ്രസംഗിക്കുന്നതും വേദിയിലിരിക്കുന്ന എല്ലാവരും പുരുഷന്മാരായ ആളുകൾ. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഭാര്യയായിരിക്കും, പക്ഷെ ഭർത്താവിന്റെ പേരിൽ പ്രചരണം നടത്തുന്നുള്ളത് ഒരുപക്ഷെ വളരെ പഴക്കം ചെന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമായിരിക്കാം, പക്ഷെ ഇപ്പോഴും ചിത്രത്തിൽ സംഭവിക്കുന്ന അതാണ്. അപ്പൊ എന്ത് തരം മാറ്റങ്ങളാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്? ഒന്നാമത് ഏതോ കാലത്ത് എവിടെയോ ഉണ്ടായ ഒരൊറ്റ ചിത്രമാണ് ഏകദേശം ഒരു 7-8 വർഷമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കും ഇതല്ലാതെ രണ്ടാമതൊരു ചിത്രം വന്നാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമായാണ്. നമ്മൾ കേൾക്കുന്ന വഴിയിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ ഫോട്ടോയോ പേരോ മാത്രം വെച്ചിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ മത്സരിച്ചാണല്ലോ. അങ്ങനെ വന്ന ഒരു സ്ഥാനാർത്ഥിയെപ്പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ മത്സരിച്ച കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നിലവിൽ ഇതൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ആളുകൾക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ ഇഷ്ടം ഇതാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പൊതുവെ അവർക്ക് ചിന്തിക്കാൻ ഇഷ്ടമുള്ള കാര്യം ഇതാണ്. ഏതോ ഒരു ഇക്കാക്ക് പറയുന്നു ഓ എന്ന് മൂളിക്കൊണ്ടൊരു പെണ്ണ് ഒപ്പം നിൽക്കുന്നു എന്നതാണ് അവരുടെ ചിത്രം. ആ ചിത്രം താല്പര്യമുള്ളവർ കാലങ്ങളായിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് എത്ര മാറിയാലും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാവാത്തിടത്തോളം കാലം നമുക്കിങ്ങനെ 2 കാര്യം ചെയ്യാം. ഒന്ന് നമുക്ക് പോലെ ബോധ്യപ്പെടുത്താം, അങ്ങനെയല്ല. 2 നമുക്ക് നമ്മളെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാം, ഇഗ്നോർ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നമ്മൾ വില കൊടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിലും വിശിഷ്ട യൂത്ത് ലീഗിലൊക്കെ ഉള്ള വനിതകളുടെ നേരത്തെ പറഞ്ഞൊരു പരിമിതി ഉണ്ടല്ലോ, അതായത് ഒരു ഭർത്താവോ അതല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് അപ്പുറത്തേക്ക് പ്രധാന പദവികളിൽ വന്ന് നേതൃത്വം വഹിക്കുന്ന സിറ്റുവേഷനിലേക്ക് വനിതകൾ എത്തിയപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പരിസരത്തിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ കേട്ടുവരുന്നത് ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങളാണ്. ഇപ്പം നമ്മളൊരു എൻട്രി ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ വിചാരിക്കുകയാണ് ശരിയാണ്, ഞങ്ങൾ MSF പ്രവർത്തിക്കുന്ന കുട്ടികളാണല്ലോ, ചിലപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് മറ്റേ ലീഗിലൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആണോ. പക്ഷെ നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയം തന്നെ വിടാം, ലോകത്ത് മനുഷ്യന്മാരെ കൂട്ടായി നിൽക്കുന്ന ഏത് സംഘടനകളിലും ഉണ്ടാവുന്ന ഒരു ഈ പറഞ്ഞ ഒരു പാട്രിയാർക്കൽ ബോധം ഉണ്ടല്ലോ, അതെല്ലായിടത്തും ഉണ്ടാവേ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നം മുസ്ലിം ലീഗിലാണ് എന്നതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനൊരു സാധനം മുസ്ലിം ലീഗിലില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ മാറ്റത്തെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ജനാധിപത്യ ബോധം കൂടി ലീഗിൻ്റെ രാഷ്ട്രീയത്തിനുള്ളിലുണ്ട്. നമ്മൾ പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ് നമ്മൾ. ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ ഇങ്ങനെ ചാടി കളിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഈ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് ആശയവും നേതാക്കളും ജനങ്ങളും. ആ ഫ്ലെക്സിബിലിറ്റി നമ്മൾ വലിയൊരു ഒരു പോയിന്റാണ്. ബാക്കി ഒരുപാട് ഇപ്പോൾ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും പറയാറില്ലേ ഇങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ. ഇപ്പോൾ CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വരുന്നു, കഴിഞ്ഞ ദിവസം മറ്റേ ശ്രീമതി ടീച്ചറായിട്ടുള്ള വാർത്ത വരുന്നു, അതിന് മുമ്പ് BJP-യിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒക്കെ പൊട്ടിത്തെറി നമ്മൾ കാണുന്നു. എല്ലായിടത്തും എന്തൊക്കെയോ ടൈപ്പ് പ്രശ്നമുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ ആ പ്രശ്നം നമ്മൾ പുറത്തേക്ക് കാണാറില്ല. അതൊരു പക്ഷെ അവരുടെ സംഘടന സെറ്റപ്പിൻ്റെ ഒരു കാര്യമായിരിക്കാം, അവർക്ക് ആ പുറത്തേക്ക് വരേണ്ട കാര്യങ്ങൾ. പക്ഷെ നമ്മൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇനി എന്തുണ്ടെങ്കിലും തന്നെ ആ വിഷയം ഉന്നയിക്കാനും ആ വിഷയം സംസാരിക്കാനും
സംസാരിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഉള്ളൊരു സ്പേസ് മുസ്ലിം ലീഗിനകത്തുണ്ട്. എനിക്കൊന്നും ഇടക്ക് തോന്നുന്നൊരു സാധനം, ഇപ്പം തങ്ങന്മാരൊക്കെ നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്. ആ സ്വഭാവം നമ്മുടെ രാഷ്ട്രീയത്തിനും ഉണ്ടാവും. ആ ഒരു ഇരുത്തം വന്നൊരു സ്വഭാവം, കേൾക്കാൻ തയ്യാറാവുന്നൊരു സ്വഭാവം, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാം എന്ന് പറയുന്നൊരു സ്വഭാവം, അത് ആ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. പക്ഷേ ഈ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ 2 വർഷം ഉണ്ടായ ഹരിത വിവാദം ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഒരു പ്രശ്നം പാർട്ടിക്കകത്ത് ഉന്നയിച്ച ആളുകൾ പ്രശ്നക്കാരാവുന്നു. പക്ഷെ 11 മാസം മുമ്പാണ് നമ്മൾ വാർത്തയിൽ കണ്ടത് ആ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നജ്മന്റെ സത്യവാങ്മൂലം കൊടുത്ത് വിഷയം ഒത്തുതീർപ്പായി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഉന്നയിച്ച ആളുകൾക്ക് ഒരു പദവിയോ അതല്ലെങ്കിൽ ഇരിപ്പിടോ നൽകുന്നതോട് കൂടിയിട്ട് വിഷയത്തെ ഒരു സാധൂകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്നുള്ളതുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദ്യം ഉന്നയിക്കപ്പെടാം. കാരണം ഭയങ്കര, ഒന്നാമത് ഇപ്പം നമ്മളൊരു വിഷയം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഏറ്റെടുക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം ഹരിതേൻ്റെ. നമ്മളൊക്കെ തന്നെയായിരുന്നല്ലോ ആ വിഷയം ഉന്നയിച്ച ആള്. ഒരു പ്രശ്നം ഉണ്ടാവുന്നു, പ്രശ്നത്തെ നേരിടാൻ നമ്മളൊരു മാർഗം കാണുന്നു, ആ മാർഗം ഫെയിലാവുന്നു, അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നു, അത് ചർച്ച വന്നു, പൊട്ടിത്തെറിയാവുന്നു, സംഘടനയിൽ നിന്ന് പുറത്താവുന്നു. കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സംഘടനയിൽ ഉള്ളിൽ കയറി എന്നൊരു വാർത്ത വരുന്നു. എങ്ങനെ കയറി? അതെ, ചെറിയ പദവികളിലേക്കൊന്നും അല്ല, നിലവിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ കമ്മിറ്റികളിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം കാണുന്ന ആളുകൾ കാണുന്ന ചിത്രം ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം അവിടെ അവസാനിക്കുകയും രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പിന് ശേഷം പിന്നീട് കയറുകയും, എങ്ങനെ കയറി എന്ന് വെച്ചാൽ ഇതാ കേസ് ഒത്തുതീർപ്പായി. പക്ഷെ അന്നേ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ, അന്ന് പറഞ്ഞ അതേ പോയിന്റ് പറയുന്നു, അന്നേ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ, ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തെ പാർട്ടീൻ്റെ ഉള്ളിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പാർട്ടീൻ്റെ ഉള്ളിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല, അത് തിരുത്തുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വന്നത്. എന്നാൽ പിന്നീട് ആ തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തെ അഡ്മിറ്റ് ചെയ്യുന്നു, ഇതൊരു പ്രശ്നമാണ്, നമുക്കത് പരിഹരിക്കാനുള്ള വഴികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അങ്ങനെ തന്നെ പരിഹരിക്കാം എന്ന് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ നീതി നമുക്ക് കിട്ടുന്നു. അത് കിട്ടുന്നതോട് കൂടി നമ്മൾ പ്രശ്നം തീരുവാണല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് പിന്നീട് നേതാക്കന്മാരുടെ തന്നെ എന്താ പറയുക സാന്നിധ്യത്തിൽ, അവരുടെ അഷ്വറൻസിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ ഉണ്ടാവും എന്ന ഉറപ്പിൽ, നമ്മൾ ആഗ്രഹിച്ച നീതിയാണ് നമുക്ക് കിട്ടിയത് എന്ന ഉറപ്പിൽ നമ്മൾ ആ കേസ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്, നിങ്ങൾ ഒരു ഗ്യാങ് അതല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പീപ്പിൾ എന്നതിനപ്പുറത്തേക്ക് ഉന്നയിച്ചൊരു ആവശ്യം, ഒരു വാദം ഉണ്ടല്ലോ, ആ ആശയം എത്രത്തോളം നടപ്പിലാക്കപ്പെട്ടു ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് എന്നുള്ളത്? നടപ്പിലായിട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ MSFന്റെയോ യൂത്ത് ലീഗിന്റെയോ ഒക്കെ ഈ ഒരു കാലയളവിലെ മാറ്റത്തിലേക്ക് നോക്കും. ഞാനത് ക്ലെയിം ചെയ്യുകയേ അല്ല, അപ്പം ഇതുകൊണ്ടുണ്ടായൊരു മാറ്റം മാത്രമാണ് എന്നല്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ചിത്രങ്ങളിലേക്ക് നോക്കൂ. MSFന്റെ നമ്മൾ ഹരിതയായിരുന്നു, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പെൺകുട്ടികളുണ്ട്, യൂത്ത് ലീഗിൻ്റെ MSFന്റെ ദേശീയ കമ്മിറ്റിയിൽ മുൻപൊരാളുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ തുടർച്ചയുണ്ട്. യൂത്ത് ലീഗിൻ്റെ ദേശീയ സംസ്ഥാന കമ്മിറ്റികളിൽ സ്ത്രീകളുണ്ട്. എന്ന് വെച്ചാൽ നാമമാത്രമായി എല്ലായിടത്തും 4 ആളെ പ്ലേസ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഭാരവാഹികളായി പ്ലേസ് ചെയ്യുന്നത് കൂടിയിട്ട് വിഷയം അവസാനിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല ഞാൻ പറയുന്നത് അതാണ് തുടർച്ച. ഞാൻ 4 ആളെ എവിടെയെങ്കിലും 4 സ്ഥാനത്ത് പ്ലേസ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻക്ലൂസീവ്നെസ്, അതായത് സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഇനി മാറ്റം വന്നിട്ടില്ലെന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഇതിനുള്ളിൽ നിന്ന് ഞങ്ങൾ തന്നെ ക്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളും നിരന്തരമായിട്ട് ഇതിനൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ, മാറ്റമില്ലേ? പക്ഷെ അവിടെ എൻ്റെ ഒരു ആഡ് ഓൺ എന്നുള്ള കാര്യം, ഈ വിഷയം പ്രാഥമികം തുടങ്ങുന്നത് ഹരിത എന്ന സംവിധാനം ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഹരിത എന്നുള്ള സംഘടനയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ അതിനൊരു ഓർഗനൈസിങ് സ്വഭാവത്തിലേക്ക് ചുരുക്കി ജനറൽ സെക്രട്ടറി എന്ന പ്രസിഡന്റ് എന്നുള്ളായിരുന്നു ലീഗിന്റെ സംവിധാനം. അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു ചെയർപേഴ്സൺ കൺവീനർ എന്ന രൂപത്തിലേക്ക് ആക്കി. പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ MSFന് കീഴിലുള്ള ഒരു പെൺകുട്ടികളുടെ വിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വനിതാ വിഭാഗമായിരുന്നു. സ്വാഭാവികവും ഞങ്ങൾക്കെതിരെ ചോദ്യം ചെയ്തിരുന്ന ഒരു ഗ്യാങ്. അപ്പോൾ ഇനി അത്തരത്തിൽ ഒരു മുള പൊട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് അവരെ ഒരു ഓർഗനൈസേഷൻ സ്വഭാവത്തിലേക്ക് മാറ്റുന്നു. ഇതിന്റെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 വർഷക്കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച എടുത്താലും, വിശിഷ്യ മലബാർ മുസ്ലിം പൊളിറ്റിക്സ് ബന്ധപ്പെട്ടുള്ള നിരന്തരം വിവാദങ്ങളും പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹരിത ഇതിലെന്ത് നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഹരിതയുടെ ഒരു പ്രസൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വാദം അവിടെ വിജയിച്ചിട്ടുണ്ടല്ലോ, ഹരിത എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടാൻ ഉള്ളൊരു വിങ്ങാക്കി മാറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ സംഭവിച്ചിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമതായിക്കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് തന്നെ ക്യാമ്പസുകളിലൊക്കെ വളരെ
അതിൻ്റെ ഒരു ഒന്നാമത് അതിൻ്റെ ഒരു 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 ഓഡിയൻസ് എന്ന് പറയുന്നത് ക്യാമ്പസാണ്. ക്യാമ്പസിലൊക്കെ മുമ്പുള്ളതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നല്ല പെർഫോമൻസ് പെൺകുട്ടികളും ഹരിതയും കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് MSF എന്ന് പറയുന്നതിനേക്കാളും ഹരിതയ്ക്കാണ് ക്യാമ്പസുകളിൽ ബ്രാൻഡ് അതിനപ്പുറത്തേക്ക് ഇടപെടേണ്ട ആവശ്യം വരുന്നത്. കാരണം ക്യാമ്പസുകളിൽ പെൺകുട്ടികളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിതയാണ് നിരന്തരമായിട്ട് അതായിട്ടുള്ള ക്യാമ്പയിനുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനകത്തുള്ള ആ വേവിന്റെ ഒരു ബേസിക് സാധനം ശരിക്ക് ഹരിതയ്ക്ക് കൂടി അവകാശപ്പെടാൻ പറ്റുന്നത്. ഇപ്പൊ നജ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ഹരിതക്കുള്ള ഒരു പൊളിറ്റിക്കൽ വോയിസ് ഉണ്ടായിരുന്നല്ലോ. ഈ 2 വർഷക്കാലത്തിനടക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോയിസ് ഇല്ലാത്ത തലത്തിലേക്ക് ഹരിതയെ ചുരുക്കാൻ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് എല്ലാ വിഷയത്തിലും അവർ ഇടപെടുന്നുണ്ട്. അവരുടെ വോയിസ് എല്ലാ കാലത്തും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോ യൂത്ത് ലീഗിൽ 20% വനിതാ സംവരണം വരുന്നു. സ്വാഭാവികമായും ശാഖാ തലം മുതൽ തന്നെ എല്ലാ കമ്മിറ്റികളിലും വനിതകൾ വരുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. അപ്പോ എന്ത് തരം മാറ്റങ്ങളാണ് നജ്മ പ്രതീക്ഷിക്കുന്നത്? അത് 100% അത് ഈ മാറ്റം പൂർണ്ണമായിട്ട് പ്രതിഫലിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഞാനൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി ജനപ്രതിനിധി ആയ ഒരാളാണ്. ഭാഗമായി എന്ന് ഞാൻ പറയുന്നത്, കഴിഞ്ഞ തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2 തീരുമാനങ്ങൾ, ഒരു തീരുമാനം വളരെ ക്ലിയർ ആയിട്ട് പ്രഖ്യാപിച്ചു, 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം, പുതിയ ആളുകൾ വരണം. അപ്പോൾ ഈ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. കുറേ അധികം ആളുകൾക്ക് എൻട്രി കിട്ടുന്നതിൽ വീണ്ടും ഒരു സബ് ക്ലോസ്, അത് പറഞ്ഞതോ അല്ലാത്തോ അറിയില്ല, പക്ഷെ ഹരിതയിലൊക്കെയുള്ള കുട്ടികൾക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഇപ്പം ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള 3 ആളുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, ബ്ലോക്കിലേക്ക്, ഇങ്ങനെ നമ്മളെ കമ്മിറ്റിയിലുണ്ടായി, നമ്മളെ കൂടെ വർക്ക് ചെയ്ത, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ചില ആളുകൾ തോറ്റു, ചില ആളുകൾ ജയിച്ചു. എന്തായാലും അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടി. നേരിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്കൂൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അങ്ങ് മത്സരിക്കാൻ എന്നുള്ളൊരു ഓപ്പണിംഗ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? കാരണം എത്രയോ ആളുകൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ്. അന്ന് പക്ഷെ സ്റ്റുഡൻസിൻ്റെ ഇടയിലെ അങ്ങനെ ഒരു വിസിബിൾ ടീം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ആവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ യുവതികൾക്കിടയിലും അങ്ങനെ ഒരു വിസിബിൾ ടീം ഉണ്ടാകാൻ പോവാം. നമ്മൾ യുവതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. ഇപ്പം മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൻ്റെ പുറകിലൊരു ഫോഴ്സായിട്ട് അവരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ ഓഡിയൻസിലെ പെൺകുട്ടികൾ, അല്ലെ യുവതികൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിനി കാലഘട്ടം കഴിഞ്ഞ് 40 വയസ്സാവുന്നതിൻ്റെ ഇടയിലുള്ള നമ്മൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് പഠിച്ചിറങ്ങി ഇങ്ങനെ ഫുൾ പവറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഫോഴ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവർക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവരെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോവാണ്. ഹരിതയിൽ നിന്നൊക്കെ ഇപ്പം നമ്മളെ കൂടെയൊക്കെ തന്നെ വർക്ക് ചെയ്ത കുറേ ആളുകൾ ഹരിതയോട് കൂടി നിന്ന് പോവുകയും പിന്നീട് അവരുടെ വർക്കിലേക്ക് പോവുകയും ചെയ്തു. കാരണം എന്താ, അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് ഇടിച്ചു കയറി വരാനുള്ളൊരു സ്പേസിന്റെ പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പം സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ വളരെ പൊട്ടൻഷ്യലുള്ള കുറേ ആൾക്കാർ നമ്മളെടുത്തുണ്ട്, റിസോഴ്സ് ഉണ്ട്. അതായത് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു സംവിധാനത്തിൽ വനിതാ വിംഗിന്റെ ജനറൽ സെക്രട്ടറിയായി നിന്നിരുന്ന, അതല്ലെങ്കിൽ കുറെ കൂടെ ഒരു വിശാലമായ അർത്ഥത്തിൽ പാർട്ടിയിൽ അവസരങ്ങളും പദവികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന, ഇനിയും കിട്ടാൻ സാധ്യതയുള്ള അറ്റ്മോസ്ഫിയറിലാണ് നജ്മ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ സംസ്ഥാന പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്തരം പരാമർശങ്ങളും പത്രസമ്മേളനങ്ങളും പരാതികളായിട്ട് പോകുന്നത്. സ്വാഭാവികമായും തങ്ങളുടെ ഭാവി, അതല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സ്പേസിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. ആ കാലയളവ് തന്നെ കഴിഞ്ഞു പോകുന്നത് ഇപ്പൊ എന്താണ് മനസ്സിലുള്ളത്? കാരണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളിങ്ങനെ ഒരു വിഷയവുമായി മുന്നോട്ട് വരുന്നൊരു കാലത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളൊരു പ്രായത്തിൻ്റെയും കൂടി ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സേഫാണോ, എനിക്കിത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ഭാവി എന്താണ് എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അപ്പം നമ്മളെ പ്രയോറിറ്റി എന്താണ്? പ്രായത്തിൻ്റെ എന്നല്ല ഞാൻ പറയുന്നത്, ആ സമയത്തിൻ്റെ ഒരു പ്രയോറിറ്റി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഉള്ളിലുള്ളൊരു പൊളിറ്റിക്സാണ്. പുറത്തുള്ള നമ്മളെല്ലാ സാധനങ്ങളെക്കാളും വലുത് നമുക്ക് ഉള്ളിലുള്ളൊരു പൊളിറ്റിക്സാണ്. അതിന് വേണ്ടിയിട്ട് ധൈര്യപൂർവ്വം നിൽക്കാൻ കുറേ ആളുകൾ ഉണ്ടാവുന്നു. അതുകൊണ്ടുണ്ടായൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൗണ്ടാണത്. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത വരണം അത് ഭയങ്കര കലങ്ങി നമ്മളൊരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകുന്നു. അപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു നമ്മൾ വിചാരിക്കുന്ന ആ മൊമെൻറ്റ് മുതൽക്ക് തന്നെ ഒരുപാട് ആളുകളുടെ, നമ്മൾ വിചാരിക്കാതെ ഭയങ്കര ആളുകളുടെ സപ്പോർട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ നമുക്കത് നിൽക്കേണ്ടി വന്നിട്ടില്ല ഒരു മൊമെൻറ്റ് പോലും. നമുക്ക് എത്ര പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാലും
നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. ആളുകളുടെ സപ്പോർട്ടുണ്ട്, നമ്മളതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ആശങ്കയുണ്ട്, ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ ഇത് നിന്നുപോയല്ലോ. പക്ഷെ പിന്നീട് അവിടെയാണ് എനിക്ക് തോന്നുന്നത്, ഞാനിതൊരു ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയണത് വെറുതെ വർത്തമാനം പറയുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മൾ വിളിച്ചു വരുത്തി പാർട്ടി നേതാക്കന്മാർ പിന്നീട് സംസാരിക്കുകയും ഈ കാര്യത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ വെക്കുന്ന എല്ലാ ഡിമാൻഡ്സും അല്ലെങ്കിൽ അവരുമായി സംസാരിച്ച് നമ്മൾ എത്താൻ പറ്റുന്ന എല്ലാ ഡിമാൻഡ്സും അംഗീകരിച്ച് മുന്നോട്ട് പോയിട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണാത്തൊരു സാധനം. ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ ഒച്ചപ്പാടുണ്ടാക്കുന്നത് മാത്രമല്ല നമ്മൾ കാണാത്തത്. അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി പിന്നെ കുലംകുത്തികളാണെന്നൊക്കെ ബാക്കിയുള്ളവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്ന ആൾക്കാർ ഇത്ര തന്നെ സൗന്ദര്യത്തോടു കൂടി തിരിച്ചു കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ആ കാലത്ത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നുണ്ടല്ലേ. കാരണം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളൊക്കെ വിളിച്ച് ഓഫർ ചെയ്യുകയും സ്ഥാനാർത്ഥിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ്, അതോ എങ്ങനെയെങ്കിലും പുറത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ടുപോകും എപ്പോഴും ട്രെൻഡാണല്ലോ. അപ്പൊ ആ ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയുടെ തെറ്റായ നിലപാട് തിരുത്തണമെന്ന് വീണ്ടും 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 പൊതുരംഗത്ത് വന്ന് പറഞ്ഞ് അതിന് ആവശ്യമായ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി പരാതി കൊടുത്തും. അപ്പൊ ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് കടന്നുപോയത് എങ്ങനെയെന്നുള്ളത് അത് ടഫായിരുന്നു. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളൊരു ടീം എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിലും ഒക്കെ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു സമയമാണ്. കാരണം നമുക്ക് വേറെ ആരുമില്ല, നമ്മളൊറ്റയ്ക്ക് ഒരു ടീമായിട്ട് നിൽക്കുന്ന ഈ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളെ വീട്ടുകാർക്കാണെങ്കിൽ വരെ ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ ഭയങ്കര പ്രഷറും ടെൻഷനും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ ഒരു പവറാണ്. നമ്മൾ ഉള്ളിൽ ഭയങ്കരമായ വിശ്വാസമുണ്ട്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, നമുക്ക് പവർ തരുന്ന ഒരു പൊളിറ്റിക്സ്, അത് വേണം. നമുക്ക് നമ്മളെ കുറിച്ചുള്ള അമിതമായ ആത്മവിശ്വാസം മാത്രം പോരാ, അതിനൊരു ഐഡിയോളജിക്കൽ ബേസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ധൈര്യം ഉണ്ടാവും. ആ ധൈര്യത്തെ നമുക്ക് എന്താ പറയുക, മറികടക്കാൻ പറ്റില്ല. യൂത്ത് ലീഗ് അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്നുള്ളത് യുവജന വിഭാഗമാണ്, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്. ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പരമ്പരാഗത മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പടി കയറാൻ യൂത്ത് ലീഗ് ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും. കാരണം കോളേജുകളിലും നമ്മുടെ യുവജന രാഷ്ട്രീയത്തിന്റെ പരിസരത്തിൽ ട്രെൻഡ് എന്നുള്ളത് ഇൻസ്റ്റഗ്രാം റീല്, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ന്യൂജൻ പൊളിറ്റിക്സ് എന്നുണ്ടല്ലോ. അപ്പോൾ യൂത്ത് ലീഗിന് പൊതുവെ പാരമ്പര്യം കൃത്യമായി ഫോളോ ചെയ്തു പോരുന്ന, അത് നേതൃത്വമാണെങ്കിലും അതിന്റെ ഒരു പദ്ധതികളുടെ സ്വഭാവമാണെങ്കിലും ഈ പാരമ്പര്യം വളരെ പ്രധാനമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് യൂത്ത് ലീഗ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത്? അല്ല, മാറ്റത്തിന്റെ ഒപ്പം എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ, അത് ഏത് സംഘടന ആണെങ്കിലും മാറ്റത്തിനൊപ്പം നിൽക്കുമ്പോഴാണ്, ആ മാറ്റത്തിനൊപ്പം നമ്മളൊരു വാല്യൂ തിരിച്ചറിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴേ നമുക്ക് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മുസ്ലിം ലീഗ് അങ്ങനെ തന്നെയാണ് യൂത്ത് ലീഗും എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പം ട്രെൻഡ് അല്ലാത്ത കാലത്തും ഇത്തരത്തിലുള്ള, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 90കളുടെ മധ്യത്തിലൊക്കെ മതവർഗീയതക്കെതിരെയൊക്കെ ആയിരുന്നു യൂത്ത് ലീഗ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അത് സംസാരിക്കേണ്ട സമയമായിരുന്നു. അത് ചിലപ്പോൾ സംസാരിക്കുന്നത് നമ്മളൊരു പോപ്പുലർ ഓഡിയൻസിന് ഇഷ്ടാവുമൊന്നുമില്ല. പക്ഷെ അന്ന് യൂത്ത് ലീഗ് പറയേണ്ട പൊളിറ്റിക്സ് അതാണ്. അത് ട്രെൻഡാണോ എന്നുള്ളതല്ല, അത് ആ സമയത്ത് യുവാക്കളോട് പറയേണ്ടത് എന്താണ് അത് പറയാന്നുള്ളത്. ഇക്കാലത്ത് യുവാക്കളോട് പറയേണ്ടത് എന്താണെന്ന് പറയണം, അല്ലാതെ അത് പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കലല്ല. നമ്മൾ അഡ്രസ് ചെയ്യുന്ന ആളുകളോട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയേണ്ടത്. പക്ഷേ ഈ പുതുമയുടെ രാഷ്ട്രീയം പറയുന്നത് അല്ലെങ്കിൽ ഒരു മതേതര സ്വഭാവം പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്യാമ്പസുകളിലും അതല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പരിസരത്തൊക്കെ ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പോലെയുള്ള ആളുകളെയൊക്കെ അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗത്തിനെ കൃത്യമായി പരിഗണിക്കുന്ന, അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം കാണാറുണ്ടല്ലോ. പക്ഷെ മുസ്ലിം ലീഗിന്റെ അതല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ നേതാക്കൾ ഒരു കാലത്തും അതിനെ അംഗീകരിച്ച് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ അഭിമുഖത്തിൽ തന്നെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഒരു മതാധിഷ്ഠിത നിയമങ്ങൾ കൂടെ ബാധിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. PK ഫിറോസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ അംഗീകരിക്കാൻ ഭാവിയിൽ പോലും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ സൊസൈറ്റി ഒന്നാകെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തെ മുസ്ലിം ലീഗ് ഇപ്പോഴും തള്ളാനുള്ള ഒരു കാരണം എന്താണ്? അങ്ങനെയല്ല, ഇതിലൊരു കൃത്യമായ ഡിവിഷനൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒന്നും ഒരിക്കലും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ മുനീർ സാഹിബിൻ്റെ കാലത്തൊക്കെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്തു വന്നിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ പ്രോഗ്രാംസ് ഒരുപാടാണ്. അതിപ്പോഴും നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയൊക്കെ വളരെ എടുത്തു പറയുന്ന കുറേ മാറ്റങ്ങളാണ്. അത് ലീഗിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒന്നും ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല.
പിന്നീട് വരുന്ന ഈ പറഞ്ഞ ++ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുകളുടെ മുകളിലാണ് ലീഗിൻ്റെ ഒരു പൊളിറ്റിക്സ് അങ്ങനെ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ആയിട്ട് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ്.